എൻ്റെ നാവിൽ ഉമനീരാകുന്ന ഒരു നനവുള്ളത് കൊണ്ടാണ് ആക്ച്വലി എനിക്ക് സുന്ദരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വായ തുറക്കാൻ പോലും കഴിയില്ല. മുമ്പൊരിക്കലും ഒരാൾ ഓപ്പോസിറ്റുള്ള ആൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അല്ലെങ്കിൽ വായ തുറക്കാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ആ മനുഷ്യന് തൊട്ടപ്പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വായ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹം പറയുന്നത്, എനിക്ക് ഉമനീര് ഇല്ല, ഉമനീരിയുടെ ഗ്രന്ഥിന് കംപ്ലൈൻറ്റാണ്, അതുകൊണ്ട് നാവ് ഇങ്ങനെ വരണ്ട് മരവിച്ച് പോയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ നാവിലൂടെ ബ്ലഡ് ഒഴുകുന്ന പറയും. ഒരുപക്ഷെ നമുക്ക് ദൈവം തന്നിട്ടുള്ള, നമ്മൾ വളരെ നിസ്സാരമായി നമ്മൾ തുപ്പിക്കളയുന്ന ഒരു ഉമനീരിൽ പോലും അത്രമാത്രം വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കാൻ പറ്റും. നമുക്ക് എന്തില്ല എന്നുള്ളൊരു വേദനയാണ് നമുക്ക്, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഒരാളുടെ ഒരു കഴിവ് കണ്ടിട്ട് നമുക്ക് അതില്ലല്ലോ എന്നുള്ള ടെൻഷനാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? രാവിലെ നമ്മൾ ഉണർന്ന് ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. രണ്ട് കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. പലപ്പോഴും എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മളൊന്നും കൂടി മൈൻഡ് റിലാക്സ് ആവാൻ, നമുക്ക് ദൈവം തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഭൂമിയിൽ പലർക്കും ഇല്ലാത്ത എത്രയോ അനുഗ്രഹങ്ങളുടെ മീതെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ റിക്കവറായിട്ട് വരാൻ.